അവനെ ഒരെണ്ണത്തിനെടുത്ത് ഞാൻ അകത്തിട്ടു. കുഞ്ഞുങ്ങളെ അവൻ ഭയങ്കര പുറത്ത് കയറി കൊത്തുന്നു. അപ്പം പിന്നെ അവനെ ഞാൻ പിടിച്ച് അകത്തിട്ടു. സ്പോട്ടിൽ തന്നെ അങ്ങ് പ്രതികരിച്ചേക്കുക, നോ പറഞ്ഞേക്കുക. പേരും കൂടെ റോഡിൽ ഇറങ്ങിപ്പോയിട്ടെ ഇവരെ ഞാൻ അവിടെ പോയി എടുത്തുകൊണ്ട് വന്ന് വിട്ട്. എന്നിട്ട് ഞാൻ കുറച്ച് പച്ചരിയൊക്കെ തീറ്റിച്ച് അരിയൊക്കെ തീറ്റിച്ചു. അങ്ങനെ ഞാൻ നിർത്തിയേക്കുമായിരുന്നു. ഹായ്, ബിന്ദുസ് ഡ്രീംസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞങ്ങൾ രണ്ടുപേരും അടുക്കളയിൽ തന്നെയുണ്ട്. തന്നെ ഒരു ചായ ഇടുവാണ് കേട്ടോ. ഞാൻ അടുപ്പിൽ കലമൊക്കെ കരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടൊരു സാധനം വാങ്ങിച്ചിട്ടുണ്ട്. എത്രത്തോളം ഇത് കൈ പൊള്ളിപ്പോയി ചോട്ട, ഇത് തൊട്ട് കൈ പൊള്ളിപ്പോയി. എത്രത്തോളം ഇത് പ്രാക്ടിക്കലാകുമെന്ന് അറിയില്ല. അതിന് തൊട്ടതാ. ഇതിൻ്റെ ഒരു ചൂട് മതിയില്ല. വെള്ളം ചൂടാൻ പൊള്ളുവോ ചേട്ടാ? പൊള്ളുവോ? കൈ പൊള്ളി, കൈ മൊത്തം പൊള്ളിയിരിക്കും. അതുണ്ടോ? അപ്പതാ നമ്മളിവിടെ ഇതൊന്നും പിടിക്കരുത് കേട്ടോ ചേട്ടാ, കണ്ടാ തോന്നൂല. ചേട്ടനാണെങ്കിൽ ഇവിടെ ഭയങ്കര ബിസിയാണ് കേട്ടോ. ഉണങ്ങാനുള്ള ഇറച്ചി റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ പോയി വാങ്ങിച്ചുകൊണ്ട് വന്നു. എന്നിട്ടിതാ അത് നന്നായിട്ട് കീറി റെഡിയാക്കുകയാണ്. ചേട്ടൻ ബിസിയിലാണ്. കനം കുറച്ച് കീറാമെങ്കിൽ പെട്ടെന്ന് റെഡിയായി കിട്ടും. ഇത് മൊത്തം കീറി കഴിഞ്ഞോ? ഇല്ലേ, നേരത്തെ കഴിഞ്ഞെന്നാട്ടോ. ഇവിടെ മറ്റേ സാധനം ഇരിപ്പുണ്ടോ ചേട്ടാ? ഇത് മാറ്റണം. വെള്ളം ചൂടായെന്നറിയാൻ. വെള്ളം ചൂടായി വരുന്നു. വയ്യ. അതിനകത്തേക്ക് ഇടണ്ട. ആ വേസ്റ്റ് ബിന്നിലേക്ക് ഇട്ടാൽ മതി. ഇതന്നെ തിരിച്ച് അതിനകത്തേക്ക് തന്നെ ഇടണേ. വേറൊരു പാത്രത്തിലേക്ക് ഇടാം. അടുത്തോണ്ട് വരാം. കയ്യും പൊള്ളിപ്പോയി. എന്നാ നമ്മുടെ മാക്കു ഇവിടെ കിടക്കുന്നുണ്ട്. നമ്മുടെ കൽകം കുഞ്ഞുങ്ങളിപ്പോൾ മാക്കുവിൻ്റെ തീറ്റ തിന്നാനായിട്ട് ഇവിടെ കയറി വന്നിട്ടുണ്ടായിരുന്നു. ഈ പാത്രത്തിൽ നിന്ന് തീറ്റ തിന്നുന്നുണ്ട്. മാക്കുവിൻ്റെ തീറ്റ തിന്നുവാണോ എന്ന് ചോദിച്ചപ്പോൾ അതേ മാക്കു എന്നെ പേടിപ്പിക്കണം. ഞാൻ പറഞ്ഞിട്ട് ഞാൻ അറിഞ്ഞോണ്ട് കൊടുത്തതാണ്. എന്തിനാണ് അവരെ വഴക്ക് പറയണതെന്ന്. ഞാൻ പിന്നെ വേണ്ടാന്ന് വെച്ചു. മാക്കുവേ വീഡിയോ പിടിക്കുവാന്ന് പറഞ്ഞാൽ അവന് ഇറച്ചിയുടെ മണം കിട്ടി. എൻ്റെ താറാക്കുഞ്ഞുങ്ങൾ നിൽക്കണു, തക്രമുണ്ടങ്ങൾ. പിന്നെ കരിങ്കോഴിപ്പൂവനെ ഒരെണ്ണത്തിനെടുത്ത് ഞാൻ അകത്തിട്ടു. കുഞ്ഞുങ്ങളെ അവൻ ഭയങ്കര പുറത്ത് കയറി കൊത്തുന്നു. അപ്പം പിന്നെ അവനെ ഞാൻ പിടിച്ച് അകത്തിട്ടു. അവൻ അതിനകത്ത് കിടക്കട്ടെ. രാത്രി ഇവരുടെ കൂടെ കിടന്നോട്ടെ എന്ന് ഓർത്തിട്ട് ഞാൻ അങ്ങോട്ട് അവനെ അഴിച്ചു വിടും. അവൻ്റെ നടപ്പ് നോക്കിക്കേ. അത് സുഖമായിട്ട് ഇതിലൊക്കെ നടന്നുകൊണ്ടിരുന്നു. വെറുതെ ആ കുഞ്ഞുങ്ങളെ കൊത്താൻ പോയത് കൊണ്ടല്ലേ. ഇതാ ഇവരെ കൊണ്ട് യാതൊരു ശല്യവും ഇല്ലാത്ത 2 പിള്ളേരാണ് കേട്ടോ. ഇവരെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇവരെ. നേരമൊക്കെ വെളുത്തു. ഇനി കറണ്ടൊക്കെ ഓഫ് ചെയ്യട്ടെ. എൻ്റെ ബൾബൊക്കെ തെളിഞ്ഞ് കിടക്കുക വെളിയിലേക്കുള്ള. ഞാൻ രാവിലെ വന്ന് ഇട്ടതാണ്. നമ്മുടെ മക്രോണികളാണ് നിൽക്കുന്നത്.
നമ്മുടെ മാക്കുമോൻ ഇവിടെ ഇരിക്കുന്നുണ്ട്. ക്യാമറ കണ്ടോടി മോണ്ട് തിരിച്ചു വെച്ചു. പൊന്നോ, നിങ്ങൾക്ക് തീറ്റ തരാട്ടോ. എൻ്റെ കൂടെ വരണ്ട. ഓ, അതിന് വയ്യല്ല, അതിൻ്റെ കാലിന് എന്നാ പറ്റി? എന്നാടാ പറ്റിയേ? രാവിലെ നമുക്ക് മീൻകാരൻ ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ വല്ലപ്പോഴും അതിപ്പോൾ വരാറില്ലായിരുന്നു. വീട്ടിൽ വന്നപ്പോൾ ഇവിടെ ആണെങ്കിൽ മീൻ ഇരിപ്പുണ്ട്. നമ്മൾ ഇന്നലെ ഓലക്കൊടി 1 കിലോ വാങ്ങിയതാണ്. പക്ഷേ വന്നാണല്ലോ, വീട്ടിൽ വന്നാണല്ലോ എന്നോർത്ത് നമ്മൾ 2 കിലോ സിലോപ്പിയ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മളെ തോരൻ വയ്ക്കുകയാണ് കേട്ടോ. തോരനെല്ലാം കൂടെ അരിഞ്ഞ് വൃത്തിയാക്കി ഇന്നലെ തന്നെ തേങ്ങ എല്ലാം കൂടെ ഇട്ട് ഞാൻ ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു കുഴപ്പമില്ലാതെ നല്ല ഫ്രഷ് ആയിട്ടിരിക്കണം. ഞാൻ മിക്കവാറും ഇങ്ങനെ ഉണ്ടാക്കാറുള്ള ഒരു കുഴപ്പം ഉണ്ടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. അപ്പം കടുകൊക്കെ പൊട്ടിച്ച് ഉണക്കമുളക് ഇട്ടു. ചെറിയ ഉള്ളി ചേർത്തില്ല, കാരണം നമ്മൾ സവോള അരിഞ്ഞ് തോരനകത്ത് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതും ചേർത്തു. ഉപ്പ് ചേർത്തു. ഒരല്പം വെള്ളവും കൂടെ ചേർത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒക്കെ ചേർത്താണല്ലോ, അതുകൊണ്ട് പച്ചമുളക് ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എരിവിന് അത് ധാരാളം മതി. ഒന്ന് മൂടി വെച്ച് വേവിക്കണം. തീ നല്ല രീതിയിൽ അടപ്പിലുണ്ട്. അതുകൊണ്ട് പാത്രം അങ്ങനെ കരിയണില്ല കേട്ടോ. അങ്ങ് മൂടാം. ഈ തീ ധാരാളം മതി തോരൻ വേവാൻ. ഒരു 5-6 മിനിറ്റ് മൂടി വെച്ച് വേവിക്കണം. ഒരു 3-4 മിനിറ്റ് മൂടി മാറ്റിയിട്ടത് വെള്ളമൊക്കെ വറ്റിച്ച് ഡ്രൈ ആക്കി എടുക്കണം. അത്രയേ ഉള്ളൂ. രണ്ടുപേരും കൂടെ റോഡിൽ ഇറങ്ങിപ്പോയിട്ടെ ഇവരെ ഞാൻ അവിടെ പോയി എടുത്തുകൊണ്ട് വന്ന് വിട്ട്. എന്നിട്ട് ഞാൻ കുറച്ച് പച്ചരിയൊക്കെ തീറ്റിച്ച് അരിയൊക്കെ തീറ്റിച്ചു. അങ്ങനെ ഞാൻ നിർത്തിയേക്കുമായിരുന്നു. അപ്പോഴേ നമ്മൾ ഇറച്ചി ഉണങ്ങാനായിട്ട് വന്നതാണ് കേട്ടോ. ചുട്ടുകൊള്ളുന്ന വെയിലായതുകൊണ്ട് ഇവിടെ ഇറച്ചി ഉണങ്ങുന്നതിന് കുഴപ്പമൊന്നുമില്ല. എന്നെ ചിരിക്കുന്നേ? ഇച്ചിരി അകത്തി വെച്ചാൽ നോക്കാം. ഒരേ കഷ്ണം ഇട്ടാൽ മതി. ഒരേ പേപ്പർ ഇട്ടാൽ മതി. എന്നുവെച്ചാ അല്ല, പെട്ടെന്ന് ചൂട് മുകളിലേക്ക് വരും. ഞാനിവിടെ ഇരിക്കട്ടാ. ആണ്ട പോണ. നമ്മളിത് പേപ്പറൊക്കെ നിരത്തിക്കഴിഞ്ഞു. ഇനി നമ്മൾ ബീഫ് അതിൻ്റെ മുകളിൽ നിരത്തുന്നതായിരിക്കും. നമ്മളല്ല, ചേട്ടൻ. അപ്പം ഇതൊന്നും ഉണങ്ങൂലേ? വാടുവോളോ? ഉണങ്ങും, ഡ്രൈ ആകും. അത് നല്ലതല്ലല്ലോ ഇപ്പൊ എടുത്ത് വെച്ച പീസ്. വലയൊക്കെ ഇട്ട് 2 ലെയർ വലയൊക്കെ ഇട്ട് അവൾ സെറ്റാക്കിയിട്ട് നമ്മൾ താഴേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോഴാണ് ഞാനിവിടെ ഒരു കാര്യം കണ്ടത്. നമ്മുടെ ഗാർഡനൊക്കെ സൈഡൊക്കെ ഇതാ ഇങ്ങനെ കെട്ടിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും
നല്ല ഭംഗിയുണ്ട്, നല്ല രസമുണ്ട് ഇവിടെ കാണാനായിട്ട്. ഗാർഡനൊക്കെ ഇവിടുന്ന് ഫ്രണ്ടിൽ നിന്ന് കാണാനായിട്ട് ഭയങ്കര ഭംഗിയുണ്ട് കേട്ടോ. അപ്പം നമ്മളിതേ എല്ലാ ജോലികളും കഴിഞ്ഞ് കോളേജിലേക്ക് പോവാണ് കേട്ടോ. ആർട്സ് ഫെസ്റ്റാണ്. അതിലൊക്കെ വിജയിക്കുന്ന കുട്ടികളാണല്ലോ നമ്മൾ കലോത്സവത്തിലേക്കൊക്കെ പോകുന്നത്. അപ്പം 3-4 ദിവസമായിട്ട് ഇപ്പം നാളെ തീരും. അതുകൊണ്ട് തന്നെ ക്ലാസ്സൊക്കെ മുറപോലെയൊക്കെ നടക്കുന്നുണ്ട്. ഡ്യൂട്ടിയൊക്കെ ഉണ്ടെങ്കിൽ കയറാൻ പറ്റില്ല, അത്രയേ ഉള്ളൂ. ഇപ്പം സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ കൂടുതലായിട്ടും വരുന്ന വാർത്തകൾ അല്ലെങ്കിൽ കാണുന്ന കോമഡി കാഴ്ചകളൊക്കെ ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ മുള്ളു പോലെയുള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ടൊക്കെ കയറുന്നത്, അല്ലെങ്കിൽ വേര് കെട്ടിക്കൊണ്ട് കയറുന്നത്. കുറേ പേര് പ്രതികരിക്കുന്നില്ലേ അതിനെക്കുറിച്ചൊന്നും പറയാനില്ലേ, ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ അല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള കമൻറ്റുകൾ പേഴ്സണലായിട്ട് അല്ലാതെ ഇൻസ്റ്റാഗ്രാമിലൂടെയൊക്കെ കാണാറുണ്ട് എനിക്ക് വന്ന്. അപ്പം നമ്മളായിട്ട് തന്നെ അങ്ങ് പോവുക, നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കി മുന്നോട്ട് പോവുക. പിന്നെ ബസ്സിലൊക്കെ കയറിയിട്ട് എനിക്കങ്ങനെ ഒരു മോശം അനുഭവമൊന്നും ഇന്നുവരെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. പക്ഷെ അങ്ങനെ ഉണ്ടാകുന്നവരൊക്കെ ഉണ്ട്. അപ്പം അതിനെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിലേക്ക് ഇടാൻ വേണ്ടിയിട്ടല്ല, സ്പോട്ടിൽ അങ്ങ് പ്രതികരിച്ചേക്കുക. അങ്ങനെ എന്തെങ്കിലും ഒരു മോശം അനുഭവം ഉണ്ടെങ്കിൽ സ്പോട്ടിൽ പ്രതികരിച്ചേക്കുക. അപ്പം അറിയാതെ ചെയ്യുന്ന തെറ്റാണെങ്കിൽ അവർ സോറി പറയും. അല്ലാത്തവരാണ് എങ്കിൽ എങ്ങനെയാ പ്രതികരിക്കുക എന്ന് വെച്ചാൽ അതിനനുസരിച്ചുള്ള റിപ്ലൈ നിയമപരമായിട്ടൊക്കെ തന്നെ മുന്നോട്ട് പോകാം. അതാണ് നമുക്ക് പറയാനുള്ളത്. അല്ലാതെ അതൊരു വീഡിയോയായിട്ട് പകർത്തിയിട്ട് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക അങ്ങനെയല്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ അങ്ങ് പ്രതികരിച്ചേക്കുക, നോ പറഞ്ഞേക്കുക, അരുത് എന്ന് പറയുക. ആ നോ പറയുന്നിടത്താണ് നമ്മുടെ ശക്തി, അവിടെയാണ് നമ്മൾ ഹീറോയിസം കാണിക്കേണ്ടത്. അല്ലാതെ വെറുതെ ഒരു വീഡിയോ എടുത്തൊക്കെ അത് സത്യസന്ധമാണോ എങ്ങനെയാണോ അറിയാതെ വന്നാണോ എന്നൊന്നും പറയാൻ പറ്റത്തില്ല. നമ്മുടെ ഭാഗത്താണ് ന്യായമെങ്കിൽ പോലും ചിലപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മളിപ്പോൾ കണ്ട സിറ്റുവേഷൻ പോലെ ഒരു വ്യക്തിയുടെയൊക്കെ ജീവൻ പൊലിഞ്ഞേക്കാവുന്ന അല്ലെങ്കിൽ നഷ്ടപ്പെടുത്തിയേക്കാവുന്ന സന്ദർഭത്തിലൊക്കെ ചിലപ്പോൾ നമ്മുടെ ഭാഗത്താണ് ന്യായമെങ്കിൽ പോലും ആളുകളിൽ നിന്നും പഴി കേൾക്കേണ്ടി വരും. അതിലും ഭേദമല്ലേ അങ്ങനെ എന്തെങ്കിലും ഒരു അനുഭവം നമ്മൾക്കുണ്ടാവുകയാണ് എങ്കിൽ സ്പോട്ടിൽ തന്നെ അങ്ങ് പ്രതികരിച്ചേക്കുക, നോ പറഞ്ഞേക്കുക, വച്ചേക്കുക. അപ്പം തന്നെ അവിടെയുള്ള ആളുകൾ കൂടിയിട്ട് എന്തെങ്കിലുമൊക്കെ അതിനൊരു തീരുമാനത്തിലൊക്കെ എത്തിച്ചേരുമല്ലോ, ഒക്കെ പറയാനുള്ളൂ. പിന്നെ നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കി പിന്നെ കുറച്ച് പേര് പറയുന്നുണ്ട് വീഡിയോ ഒക്കെ എടുക്കുന്നതൊക്കെ കാണുമ്പോഴൊക്കെ തമാശയ്ക്ക് പറയുന്നതാണ്. വീഡിയോ ഒക്കെ എടുത്തു ഇപ്പം കണ്ടില്ലേ ഓരോ വാർത്തകളൊക്കെ. ബിന്ദുസ് ഡ്രീംസിൻ്റെ വീഡിയോസ് മാത്രമേ വരുള്ളൂ, ബിന്ദുസിൻ്റെ ഡ്രീംസിൻ്റെ വീഡിയോസ്. അല്ലാതെ നമ്മൾ ഈവൻ ഒരു സബ്സ്ക്രൈബേഴ്സിനെ പോലും ഞാനങ്ങനെ വീഡിയോയിലൊന്നും അങ്ങനെ കൊണ്ടുവന്നിട്ടില്ല. യാദൃശ്ചികമായിട്ട് 1-2 പേര് വന്നിട്ടുണ്ടാകാം എന്നതിനേക്കാളും, അല്ലെങ്കിൽ ഞാൻ ചോദിച്ചിട്ട് എടുക്കാറുള്ളൂ. അല്ലാതെ നമ്മളൊന്നും ബിന്ദുസിൻ്റെ ഡ്രീംസ് മാത്രമാണ് ഇതിനകത്ത്. ബാക്കിയൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവർ, നമ്മളെ സ്നേഹിക്കുന്നവർ, അവർ അറിയപ്പെടാൻ ആഗ്രഹിക്കാത്ത ഒരുപാട് പേരുണ്ടാകും, അല്ലെങ്കിൽ പബ്ലിക്കിൻ്റെ മുന്നിൽ വരാൻ ആഗ്രഹിക്കാത്ത ഒരുപാട് പേരുണ്ടാകും. അത്രയൊക്കെ ഉള്ളൂ. അപ്പം നമ്മുടെ കൊച്ചു വിശേഷങ്ങളും നമ്മുടെ കുടുംബകാര്യങ്ങളും അതുപോലെ തന്നെ നമ്മുടെ കുക്കിങ്ങും നമ്മുടെ ട്രാവലിങ്ങും നമ്മുടെ റീൽസും അങ്ങനെ നമ്മുടെ സ്വന്തമായ കാര്യങ്ങൾ മാത്രമേ ബിന്ദുസ് ഡ്രീംസിൽ വരാറുള്ളൂ. അതുകൊണ്ട് തന്നെ എനിക്കതിനെക്കുറിച്ച് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ ബോധേഡ അല്ല. പിന്നെയെന്ന് പറഞ്ഞാൽ ഡെയിലി ഇപ്പോൾ ലോങ് വീഡിയോസ് ഒന്നും വരാറില്ല. ഒന്നാമത്തെ കാര്യം സമയക്കുറവാണ്, ടൈം കിട്ടുന്നില്ല. പിന്നെ എന്ത് കണ്ടന്റ് ഇടാൻ, ഇന്ന് കുക്കിംഗ് ഇട്ടു നാളെയും കുക്കിംഗ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതും എല്ലാവർക്കും ഒരു ബോറായിട്ട് മാറും. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ സ്ഥിരമായിട്ടൊരു കുക്കിംഗ് വീഡിയോ ഒന്നും ഇടാത്തത്. പിന്നെ 1 മിനിറ്റ് കിച്ചണൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണ്, അത് എടുക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ പോലും അതും നടക്കാറില്ല. ഞാൻ പലപ്പോഴും മൊബൈൽ അങ്ങ് മറന്നു പോകും, അതങ്ങ് ചാർജ് ചെയ്യാനായിട്ടിടും. പിന്നെ ഞാൻ ആ കാര്യം ഓർക്കില്ല. അപ്പോൾ ചിലതൊക്കെ പകുതിയൊക്കെ എടുത്ത് വെച്ച 1 മിനിറ്റ് കുക്കിംഗ് ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ ഈ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ എപ്പോഴെപ്പോഴും അങ്ങനെ ഒരു ചിന്തയൊന്നും നമുക്ക് യൂട്യൂബർ എന്നുള്ള ചിന്തയൊന്നുമില്ല കേട്ടോ. അല്ലാത്ത കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനും ചെയ്ത് തീർക്കാനൊക്കെ ഉണ്ടല്ലോ. അത് മാത്രമാണ് ഇപ്പം
ഓർക്കാറില്ല. അതുകൊണ്ട് തന്നെ പലപ്പോഴും വീഡിയോ എടുക്കുന്ന കാര്യങ്ങൾ മറന്നു പോകും. അതുകൊണ്ട് തന്നെ ഒരു ആവർത്തനം, അതിൻ്റെ ഒരു തുടർച്ച വരില്ല. തുടർച്ച വരാത്ത സ്ഥിതിക്ക് ഇത് കാണുന്നവർക്കതൊരു ബോറായിട്ട് മാറാം. വെറുതെ മറ്റുള്ളവരെ ബോറടിപ്പിക്കുന്നതിലും ഭേദം അനങ്ങാതിരിക്കുന്നതല്ലേ എന്നും ചിന്തിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ കാര്യങ്ങൾ. പിന്നെ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, ആട്ടിൻകൂടിലെ ചേട്ടൻ്റെ തലയിടിച്ചിട്ട് വേദന കുറഞ്ഞതൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് ചേട്ടൻ റിപ്ലൈ തരുന്നതായിരിക്കും. ആട്ടിൻകൂടിൽ തലയിടിച്ചിട്ട് വേദന കുറഞ്ഞോന്ന, വണ്ടി ഓടിക്കുമ്പോൾ ഒന്നും മിണ്ടാൻ പാടില്ല. ആട്ടിൻകൂടില് തലയിടിച്ചിട്ട് വേദന കുറഞ്ഞോന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. വേദന ഞാൻ അറിഞ്ഞു പോലും 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിയണേ തല ഇങ്ങനെ വേദന. ചേട്ടന്റെ തല ഇടിച്ചപ്പോ ഞാൻ ആ സ്പോട്ടിൽ ഉണ്ടായിരുന്നല്ലോ. അല്ല അന്നേരം ഞാൻ വേദന എനിക്ക് തോന്നിയില്ല. അന്നേരം തിരുമിയല്ലോ. ഞാൻ വന്നിട്ടല്ലോ തിരുമ്മിയത്. അന്നേരത്തെ മുട്ടിന്ന് പറഞ്ഞപ്പോഴത്തെ ഞാൻ ഓടി വന്ന് തിരുമ്മൂല്ലേ. നമുക്ക് അറിഞ്ഞിട്ട് വേണ്ട തിരുമ്മാൻ. വേദനയൊക്കെ ഉണ്ടാവും. അതിപ്പോ വേദന എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ പിന്നെ അത് തന്നെയേ ഉള്ളൂ, വേറെ ഒരു കേസായിട്ട് വരും. അങ്ങനെ നമ്മൾ നോക്കാറില്ല. എനിക്കുണ്ട് തലവേദന, കഫക്കെട്ട്, അത് ഇത് ഒക്കെ. നമ്മൾ പോകുന്ന ഇപ്പോൾ ഓൾമോസ്റ്റ് ഈ വഴി ടാറൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല രസമുണ്ട്. മറ്റേ ഇവിടെ മൊത്തം കട്ടാറായിരുന്നു. മൊത്തമില്ല, കുറച്ചട അങ്ങേറ്റം ഇങ്ങേറ്റം ചെയ്തു. സെൻട്രൽ ബാങ്ക് അതെന്നോ ആവും തമ്പനാര്. എന്താണെങ്കിലും വലിയ കുഴപ്പമില്ലാതെ അങ്ങ് പോകാം. നേരത്തെ പോക്കൊക്കെ അനുസരിച്ച് ഈ ഭാഗത്തൊക്കെ കുറച്ച് കട്ടറുണ്ട്, ഇവിടെയുണ്ട്, പിന്നെ ആ ഭാഗത്ത് കട്ടറുണ്ട്. ഒരു വഴി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 കിലോമീറ്ററേ ഉള്ളൂ. അത് പെട്ടെന്ന് നമുക്ക് കോളേജിലേക്ക് എത്താം. പെട്ടെന്ന് കോളേജിലേക്ക് എത്താവുന്നൊരു വഴിയാണ്. നമ്മൾ മങ്ങാട്ടുകാവല ചുറ്റാതെ ഈ വഴി ഇങ്ങനെ കിടക്കുന്നത് കൊണ്ട് നമ്മുടെ കോളേജിൻ്റെ ഇവിടെ നിന്ന് ഒരു ഓട്ടോ വിളിച്ചാൽ പോലും അവർ ഈ വഴി പോകാറില്ല. കാരണം 60 രൂപ പോയിന്റിന് വേണ്ടിയിട്ട് 2000 രൂപ മുടക്കണ്ടല്ലോ എന്ന് അവരെപ്പോഴും പറയും. അതുകൊണ്ട് തന്നെ നമ്മൾ 100 രൂപ 120 രൂപ കൊടുത്ത മങ്ങാട്ടുകാവല വഴിയാണ് മുതലക്കടം വരെ എത്തപ്പെടുന്നത്. ഈ വഴി അങ്ങ് നന്നാക്കുവാണെങ്കിൽ ഓക്കെ ആയി. അപ്പോൾ നമ്മൾ കോളേജിലേക്കൊക്കെ എത്താറായിട്ടുണ്ട്. വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യാൻ മറക്കരുത്. വീണ്ടും പുതിയ വിശേഷം, പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരുമ്പോഴേക്കും ഡിസൈനിങ്